ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. അതായത് 2026 കേരള എൻട്രൻസ് എക്സാമിനേഷനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഓൺലൈൻ അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, പിന്നെ ഓൺലൈൻ അപേക്ഷ എങ്ങനെ നമുക്ക് അയക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതായത് കേരള എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് അലൈഡ്, അതായത് മെഡിക്കലും അനുബന്ധ കോഴ്സുകൾ, ഈ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അപേക്ഷ അയക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 31/1/2026 5 മണി വരെയാണ്. അതായത് ഈ 31/1/2026 5 മണിക്ക് തന്നെ നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം നിർബന്ധമായി അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ 10th സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റോ അല്ലെ തത്തുല്യമോ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ്, അതിനുശേഷം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ്, ഒന്നീ വില്ലേജ് ഓഫീസർ നിന്ന് വാങ്ങിയ എഡ്യൂക്കേഷൻ പർപ്പസിന് തന്നെ വാങ്ങിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ SLC സർട്ടിഫിക്കറ്റ്, പിന്നെ അതുമല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇവയിലൊക്കെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിനകത്തുണ്ടെന്ന് കാണിച്ചിരിക്കണം. അതിനുശേഷം ഫോട്ടോയും സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ 31/1/2026 5 മണിക്കകം നമ്മൾ അപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഫെബ്രുവരി 7 അപ്ലോഡ് ചെയ്താൽ മതി. ഫെബ്രുവരി 7 5 മണിക്കകം. ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, പിന്നെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് EWS സർട്ടിഫിക്കറ്റ്, പിന്നീട് അംഗവൈകല്യമുള്ള, അതായത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഒന്നീ UDID കാർഡ്, അതല്ലെങ്കിൽ 40% അതിൽ കൂടുതലോ ഡിസബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ സാമുദായിക സംവരണമുള്ള കോളേജുകൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വില്ലേജ് ഓഫീസർ നൽകുന്ന എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് വാങ്ങിയ മൈനോറിറ്റി അല്ലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് എന്നിവ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരുമാന സർട്ടിഫിക്കറ്റ്, അതും വില്ലേജ് ഓഫീസർ നൽകിയ എഡ്യൂക്കേഷൻ പർപ്പസിനായി വാങ്ങിയ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണം. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ജോലി ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ തന്നെ ജോലി ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് തന്നെ കേരള എൻട്രൻസിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യണം. അല്ലാതുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അതുകൊണ്ടുള്ള ആനുകൂല്യം നമുക്ക് നിഷേധിക്കപ്പെടുന്നതാണ്. പിന്നീട് നമ്മൾ അപേക്ഷ അയക്കുന്നതിന് ഓരോ കോഴ്സിനും പ്രത്യേകം അപേക്ഷ അയക്കേണ്ടതില്ല. ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് അപേക്ഷ അയക്കേണ്ടത് അതെല്ലാം കാണിച്ചിരിക്കണം. അതായത് എഞ്ചിനീയറിംഗ് വേണമെന്നുള്ളവർ ആ ബോക്സ് ടിക്കാക്കണം, ആർക്കിടെക്ചർ വേണമെന്നുള്ളവർ അത് ടിക്കാക്കണം, ഫാർമസി, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ്, ഈ 4 കോഴ്സ് വേണമെന്നുള്ളവർ 4 ബട്ടൺ ടിക്കാക്കി ഒറ്റ അപേക്ഷയ്ക്കകത്ത് തന്നെ ഇത് സമർപ്പിക്കുക. അതല്ല 1 മതിയെങ്കിൽ 1, അല്ല 2 ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ വെവ്വേറെ അപേക്ഷകൾ അയക്കാൻ പാടില്ല. പിന്നെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആയിരിക്കുന്നതാണ് നല്ലത്. ലൈറ്റ് കളറുള്ള ഫോട്ടോയെ അനുവദിക്കുന്നതാണ്, എങ്കിലും വൈറ്റ് കളറാണ് നല്ലത്. പിന്നീട് നമ്മുടെ മുഖം പൂർണ്ണമായും കാണുന്നതായിരിക്കണം, അതായത് ചെവികൾ രണ്ടും കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോയായിരിക്കണം വേണ്ടുന്നത്. ആപ്ലിക്കന്റിന്റെയോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെയോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപേക്ഷയിൽ നിർബന്ധമായും നൽകേണ്ടതാണ്. അതായത് റീഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്നത്. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ EWS സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയ എഡ്യൂക്കേഷൻ പർപ്പസിന് വാങ്ങിയ EWS സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് ഈ വക സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് ഫെബ്രുവരി 7 വരെ നമുക്ക് സമയമുണ്ട്. ജനനത്തീയതി തെളിയിക്കുന്നതിനായി നമുക്ക് SLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ട് കോപ്പിയോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖയിലോ ജാതി അല്ലെങ്കിൽ നമ്മുടെ സമുദായം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വില്ലേജ് ഓഫീസർ നൽകുന്ന സമുദായ സർട്ടിഫിക്കറ്റിന് പകരമായി പരിഗണിക്കുന്നതാണ്. പിന്നീട് ന്യൂനപക്ഷ പദവിയുള്ള സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, അതായത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ പർപ്പസിന് വാങ്ങിയത് തന്നെ ആയിരിക്കണം, അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഗൂഗിളിൽ www.cee.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക.
പിന്നീട് വരുന്ന വിൻഡോയിൽ കീം 2026 ഓൺലൈൻ അപേക്ഷ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പരീക്ഷാ കമ്മീഷണറുടെ അപേക്ഷ അയക്കുന്ന പേജിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടെ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതല്ല നമ്മൾ മുമ്പേ ശകലമെങ്കിലും രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് കയറുവാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിക്കുക. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് തവണയാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്, അതുകൊണ്ട് രജിസ്റ്റർ ഹിയറിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റും എല്ലാം അടങ്ങുന്ന ഒരു പേജിലേക്ക് പ്രവേശിക്കും. അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം താഴെ കാണുന്ന ബോക്സുകളെല്ലാം ആക്റ്റീവ് ആക്കുക. അതായത് നമ്മൾ പ്രോസ്പെക്ടസ് വായിച്ചു, നമുക്ക് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടങ്ങുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവൈലബിൾ ആണ് എന്നുള്ളത് കാണിക്കുന്നതാണ് അത് ഈ പറഞ്ഞിരിക്കുന്ന ആ ബോക്സുകൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അത് നമ്മൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് സൈഡിൽ എഴുതി കാണിക്കുന്നത്. 10th സർട്ടിഫിക്കറ്റിലെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം 10th സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ ആയിരിക്കണം. പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ, കൺഫർമേഷന് വേണ്ടി താഴെ വീണ്ടും സെയിം നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നീട് ഇമെയിൽ ഐ ഡി, അതും കൺഫർമേഷന് വേണ്ടി സെയിം മെയിൽ ഐ ഡി തന്നെ താഴത്തെ ബോക്സ് വീണ്ടും ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം തൊട്ട് താഴത്തെ ബോക്സിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. പാസ്വേഡിന് നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു ആൽഫബറ്റെങ്കിലും വേണം, ഒരു ന്യൂമറിക്കെങ്കിലും വേണം, ഒരു സിമ്പൽ വേണം. സിമ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്, ഹാഷ്, സ്റ്റാർ അങ്ങനെയുള്ളതാണ് സിമ്പൽ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ വിവരങ്ങൾ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി എന്നിവ കാണിക്കുന്ന ഒരു പേജ് വരും. എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓക്കെ, നമ്മൾ നൽകിയ മൊബൈലിനകത്തോട്ട് ഒരു OTP വരും. OTP ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അടങ്ങിയ ഒരു പേജ് കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിയുന്നിടം വരെ ആ നമ്പർ നമുക്ക് വേണ്ടുന്നതാണ്. പാസ്വേഡും വേണ്ടുന്നതാണ്. പാസ്വേഡ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പൂർണ്ണമായി. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. പിന്നീട് വരുന്ന വിൻഡോയിൽ സ്റ്റെപ്പ് 2 ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ, അതായത് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള സെൻറ്ററുകൾ സെലക്ട് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് പ്രയോറിറ്റിക്ക് അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏറ്റവും മുൻഗണന ഏതാണോ അതാണ് ആദ്യം നൽകേണ്ടത്. അതിനുശേഷം അടുത്തത്, അങ്ങനെ 8 പ്രയോറിറ്റികളാണ് കൊടുക്കേണ്ടത്. ഈ 8 എണ്ണം ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ബോക്സിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, അതായത് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത്, നമ്മുടെ നാഷണാലിറ്റി, നേറ്റിവിറ്റി, അതിന് തൊട്ട് താഴെ ആധാർ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് നൽകുക. അതിന് തൊട്ട് താഴെ ഫാദേഴ്സ് ഡീറ്റെയിൽസ്, മദേഴ്സ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയ ബോക്സുകൾ കാണാം. അവിടെ നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ പിതാവിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ജോലി എന്നിവ പൂരിപ്പിക്കുക. അതിനുശേഷം തൊട്ടടുത്തായി കാണുന്ന ബോക്സിൽ മദേഴ്സ് നെയിം എന്നുള്ളിടത്ത് അമ്മയുടെ പേര്, അമ്മയുടെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ്, വിദ്യാഭ്യാസ യോഗ്യത, ജോലി എന്നിവ നൽകുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ബോക്സ് നെയിം ഓഫ് ഗാർഡിയൻ എന്നുള്ളിടത്ത് നമുക്ക് നിർബന്ധമില്ല, പൂരിപ്പിക്കണമെങ്കിൽ പൂരിപ്പിക്കാൻ. നമ്മുടെ ഗാർഡിയൻ ആരാന്നുള്ളതാണ്. അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധമാണ് താഴെ പറയുന്നത്. അപ്പോൾ ഫാദർ എന്ന് നൽകുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസും അഡീഷണൽ ഒരു ഫോൺ നമ്പറും കൊടുക്കുന്നതാണ്. ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, അതായത് നമ്മൾ ആദ്യം കൊടുത്ത ഫോൺ നമ്പർ കൂടാതെ വേറൊരു ഫോൺ നമ്പറും കൂടെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ്, അതായത് വീട്ടുപേര്, സ്ട്രീറ്റ് നെയിം, പിൻകോഡ്, സ്റ്റേറ്റ്, ജില്ല എന്നിവ ടൈപ്പ് ചെയ്ത് നൽകുക. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മുകളിൽ പറഞ്ഞ തന്നെയാണെങ്കിൽ സെയിം ആസ് പെർമനന്റ് അഡ്രസ്സ് എന്നുള്ള ബോക്സ് ആക്റ്റീവ് ആക്കുക. അതല്ല വേറെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നമ്മളുടെ ക്വാളിഫയിങ് എക്സാമിനേഷനാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ +2 ഈക്വലൻ്റോ അതല്ല 10ാം ക്ലാസ് കഴിഞ്ഞുള്ള 3 വർഷം ഡിപ്ലോമ ഇൻ മാത്തമെറ്റിക്സ് അതാണോ, ഏത് കോഴ്സ് എന്നാണ്. നമ്മൾ കൂടുതൽ പേരും +2 ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാറ്റസ്, അതായത് നമ്മൾ പാസ്ഡ് ആണോ അതോ അപ്പിയറിംഗ് ആണോ, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അപ്പിയറിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതല്ല പാസ്സായി കഴിഞ്ഞവരാണെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. പിന്നീട് തൊട്ട് താഴത്തെ ബോക്സിൽ ബോർഡ്, അതായത് കേരള സിലബസ് ആണെങ്കിൽ കേരള ഹയർ സെക്കൻഡറി എന്ന് സെലക്ട് ചെയ്യുക. അതല്ല CBSE ICSE സ്റ്റുഡൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ പാസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതുകൊണ്ട് തൊട്ട് താഴെ നമ്മളെ +2ൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ, അത് ടൈപ്പ് ചെയ്ത് നൽകുക.
അതിന് തൊട്ട് താഴെ നിങ്ങൾ +2 ലെവലിൽ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ടോ, അതായത് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എസ് എങ്കിൽ എസ് നൽകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സംസ്കൃതത്തിൻ്റെ പഠിച്ചതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ആ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷയുടെ അവസാനം. അതല്ല നോ ആണെങ്കിൽ നോ എന്ന് പൂരിപ്പിച്ച് പോകുക. അതിന് തൊട്ട് താഴെ ചോദിക്കുന്നത് 3 വർഷങ്ങളിൽ നിങ്ങൾ കീമിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ എന്നാണ്. നോ എങ്കിൽ നോ എന്ന് കൊടുക്കുക. അതല്ല യെസ് ആണെങ്കിൽ എത്ര പ്രാവശ്യം എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ എന്നുള്ള ചോദ്യങ്ങളാണ്. അതായത് ആ ബോക്സ് നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് സെലക്ട് ചെയ്ത് നൽകുക. പിന്നീട് ഒരു കാര്യം, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ EW സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതല്ല സാമ്പത്തിക സംവരണം കിട്ടാത്തവരാണെങ്കിൽ ജനറൽ എന്ന് സെലക്ട് ചെയ്താൽ മതി. മറ്റുള്ളവർ അവരുടെ ജാതി ഏതാണെന്ന് വെച്ച് അവിടെ സെലക്ട് ചെയ്ത് നൽകുക. അതേപോലെ തന്നെ തൊട്ട് താഴത്തെ ബോക്സ് ചോദിക്കുന്നത് നിങ്ങളുടെ ഫാദറിന്റെ ജാതി ഏതാണെന്നാണ്. തൊട്ട് താഴെ മദറിന്റെ ജാതി ഏതാണെന്നാണ്. അതിന് തൊട്ട് താഴെ ചോദിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ഇന്റർകാസ്റ്റ് മാരേജ് കപ്പിളാണോ എന്ന്. അതിൽ ഏതെങ്കിലും ഒരു പേരന്റ് പട്ടികജാതി പട്ടിക വിഭാഗത്തിലാണെങ്കിൽ മാത്രമേ ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളവർ വില്ലേജ് ഓഫീസർ നൽകുന്ന മിശ്ര വിവാദ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ബോക്സിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ, അതായത് സ്പോർട്സ്, NCC, സ്കൗട്ട് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാനാണ്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ വക സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഫെബ്രുവരി 7 5 മണി വരെ സമയമുണ്ട്. അതിൽ തൊട്ട് താഴെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡിസബിലിറ്റി, അതായത് അംഗവൈകല്യമുള്ള വ്യക്തിയാണോ എന്നാണ്. യെസ് ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന് തൊട്ട് താഴെയായി ക്ലെയിം ഫോർ മൈനോറിറ്റി കോട്ട, അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യൻ മുസ്ലിം ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. നോ ആണെങ്കിൽ നോ എന്ന് കൊടുത്തു പോകാം. അതിന് തൊട്ട് താഴെ NRI കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. NRI കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണ് എസ് എന്ന് കൊടുക്കണം. അല്ലാത്തവർക്ക് നോ എന്ന് കൊടുത്തു പോകാം. NRI കോട്ടയുടെ ഇത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാലേ അതിൻ്റെ ക്ലെയിം കിട്ടുകയുള്ളൂ. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം, അതായത് വില്ലേജ് ഓഫീസർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്ന വരുമാനമാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് ഏതെന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതായത് ഒന്നീ കുട്ടിയുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് നൽകുക. അതായത് നമുക്ക് റീഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. നൽകിയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫീസ് വിവരങ്ങളാണ്. അതായത് എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിൽ 925 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിന് 400 രൂപ. ഫാർമസി കോഴ്സുകാർക്കും 925 തന്നെയാണ്. പട്ടികജാതിക്ക് 400 രൂപയാണ്. പട്ടികവർഗത്തിന് ഫീസ് ഇല്ല. പിന്നീട് ആർക്കിടെക്ചർ കോഴ്സ് അത് 650, മെഡിക്കൽ ആൻഡ് അലൈഡ് അതും 650. SC-കാർക്ക് 260 വീതമേ ഉള്ളൂ ഇത് രണ്ടിനും. ST-കാർക്ക് ഫീസ് ഇല്ല. പിന്നീട് വരുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം ശരിയാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഫീസ് അടയ്ക്കാൻ വരുന്നത്. ഫീസ് അടയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയാണോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫീസ് അടയ്ക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. അതിനുശേഷം പിന്നീട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പേജാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഫോട്ടോ. മുഖം പൂർണ്ണമായും കാണുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ടിക്ക് ബോക്സ് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം തൊട്ട് താഴത്തെ ടിക്കും ആക്റ്റീവ് ആക്കുക. ഫോട്ടോയ്ക്ക് സിഗ്നേച്ചറിനും നിബന്ധനകളുണ്ട്. ഫോട്ടോ 150 പിക്സലും 200 പിക്സലും ആണ് ഹൈറ്റും വിഡ്ത്തും പറഞ്ഞിരിക്കുന്നത്. സിഗ്നേച്ചർ 150 പിക്സലും 100 പിക്സലും, അതായത് ഹൈറ്റും വിഡ്ത്തും രണ്ടിനും സൈസ് ഉണ്ട്. 100 KB താഴെ ആയിരിക്കണം രണ്ടും. ഫോട്ടോയ്ക്ക് 15 KB 100 KB ഇടയ്ക്ക്, സിഗ്നേച്ചർ 10 KB 100 KB ഇടയ്ക്ക്. അതിനുശേഷമാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് പ്രൂഫ് ഓഫ് നാഷണാലിറ്റി എന്നുള്ളിടത്ത് നമ്മുടെ SLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ അതുമല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പിയോ അപ്ലോഡ് ചെയ്യാം. ഇതിൽ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് കാണിച്ചിരിക്കണം. അതിനുശേഷം തൊട്ട് താഴത്തെ ബോക്സിൽ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, അതിന് തൊട്ട് താഴെ പ്രൂഫ് ഫോർ നേറ്റിവിറ്റി
അവിടെ ഒന്നി വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റിലോ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കേരളത്തിനകത്തുള്ള പ്ലേസ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അപേക്ഷ 31/1/2026 5 മണിക്ക് അകം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ മാത്രം, അതായത് ആപ്ലിക്കേഷനകത്ത് തിരുത്താനൊന്നും പറ്റില്ല, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഫെബ്രുവരി 7 5 മണി വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നമ്മൾ മുകളിൽ 4 ഭാഗം, അതായത് രജിസ്ട്രേഷൻ, ഫില്ല് ആപ്ലിക്കേഷൻ, പേ ആപ്ലിക്കേഷൻ ഫീ, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള 4 നമ്പറുകൾ കാണിക്കുന്ന ബോക്സുകളിലും പച്ച ആക്റ്റീവായിട്ടുണ്ട്. അതായത് ഇനി പ്രിൻ്റ് അക്നോളജ്മെൻ്റ് എന്നുള്ള ഒരു ഇതുകൂടെ ഉള്ളൂ. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ 31/1/2026 5 മണിക്കകം ആപ്ലിക്കേഷൻ വേണ്ടുന്ന രേഖകൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെ സമയമുണ്ട്. അപ്ലോഡ് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി.